അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ചെന്ന് നല്ല പണികൾ മാത്രം എടുപ്പിക്കരുത്. ഇതുപോലുള്ള പണികൾ എടുപ്പിക്കണം. അപ്പോഴേ അവർക്കും ഞങ്ങൾക്കൊക്കെ കഞ്ഞി പിടിച്ച് പോകാനുള്ള വക കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ചെന്ന് ആയതിൻ്റെ നല്ല പണികൾ എടുപ്പിക്കരുത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെന്ന് ചാടിയ സൈഡിലെ ചെറിയൊരു റീവർക്കാണ്. ആ റീവർക്കും അതിൻ്റെ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ കാണിക്കാം. ഞങ്ങൾ തികഞ്ഞവരല്ല, അത് ആദ്യം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ലാഭത്തിൻ്റെ പിറകെ പോകുന്ന മുതലാളിമാർക്ക് വേണ്ടി ഞങ്ങളുടെ വീണ്ടും അടുത്ത ഒരു വീഡിയോ. ഇപ്പോൾ ഇറങ്ങുന്ന കോഫി ഷോപ്പിലും ജ്യൂസിൻ്റെ ഷോപ്പിലൊക്കെ ഇതുപോലെ ഫർണിച്ചർ അടിച്ച് തരുന്ന ഒരുപാട് ആളുകളുണ്ട്, അടിച്ചു വാങ്ങുന്നത്. അവർ ഒരു ഇടത്തരം റേറ്റിലുള്ളതൊന്നും അവർ കൊടുക്കില്ല. അവർ ചെന്ന് ചാടുന്നത് നോക്കില്ല ഹൈ റേറ്റ്, അതിന് എങ്ങനെ കുറയ്ക്കാൻ നോക്കുമ്പോൾ പിന്നെ ചെന്ന് ചാടുന്ന ലോ റേറ്റ്. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ലാഭം എന്ന് കരുതി അവർ കുറേ സ്റ്റൂളും കസേരയും ടേബിളൊക്കെ അതുപോലെ ഉണ്ടാക്കിക്കും. എന്നിട്ടൊരു 5-6 മാസം കഴിയുമ്പോഴേക്ക് കിട്ടും പണി. ഇതാ പണി കിട്ടി കിടക്കുന്നത്. ഇത് കിടന്ന് മുഴുവൻ ആടി കളിക്കാൻ. ഒന്ന് ആട്ടിക്കാ പോലും ഒരാൾക്കൊന്ന് ഇരിക്കാൻ പോലും പറ്റൂലത്. ഒരാൾക്കൊന്ന് വന്നിട്ടേ ഇരിക്കാൻ പോലും പറ്റാത്ത വിധമാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ അവസ്ഥ. ഇനി ഞങ്ങളിത് റിപ്പയർ ചെയ്യണം. റിപ്പയർ ചെയ്യുമ്പോൾ ഞങ്ങളെക്കൊണ്ട് ചെയ്യുന്നതിലൊരു പരിധിയുണ്ട്. ഇതുപോലെ നെട്ടും ബോൾട്ടൊക്കെയാണ് ഇതിൻ്റെ പരിപാടി. ഞങ്ങളെക്കൊണ്ട് ചെയ്ത് കൂട്ടുന്നതിനൊരു പരിധിയുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നപ്പോൾ ചെയ്യും. ഇത് നിങ്ങൾക്കൊരു നഷ്ടമാണ്. ഇനി ഒരു 5-6 മാസം കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമാവും. ഇനി വീണ്ടും ഇതേമാതിരി ഒരു 6 മാസം ആകുമ്പോഴേക്ക്, ഇപ്പോൾ ഞങ്ങൾ റിപ്പയർ ചെയ്യുന്നുണ്ട്, വീണ്ടും ഒരു 6 മാസം ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മാറ്റി എടുക്കേണ്ട കാര്യം തീരുമാനമാവും. അപ്പോൾ ലാഭത്തിൻ്റെ പുറകെ പോകുന്നവർ ഇതുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നാവും.